ഇന്ന് നമ്മൾ ആദർവാനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മുള്ളിലിങ്ങാടാണ് നമ്മുടെ സ്ഥലം. സമയം രാവിലെ ഒരു 8:30 രാവിലെ 11 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഒരു 9 മണി 9:30 സമയത്ത് അവിടെ ചെല്ലുക. കൊച്ചിൻ്റെയും ഫാമിലിയുടെ ഒക്കെ കുറച്ചധികം ഫോട്ടോസ് എടുക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോയി ബാക്കി പള്ളിയിലെ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മുടെ പയ്യനെ പൊക്കണം, ആൽബിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ കൂടെ നിന്ന് വ്ളോഗ് എടുക്കാനും അതുപോലെ ലൈഫ് ബോയ് ആയിട്ടും നമ്മുടെ അസിസ്റ്റൻ്റ് ആയിട്ടും വരുന്നത്. അപ്പം പോയേക്കാം. ഹലോ ചേട്ടാ, നമ്മളിവിടെ നിന്ന് ഇറങ്ങിയ നമ്മളൊരു 9:30 ആകുന്നതിന് അവിടെ എത്തുവേ. ഓക്കെ, അത് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ശരി എന്നാ. ഓക്കെ ഓക്കെ, തിരക്കൂട്ടണ്ട. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ രാവിലെ അവരെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരെ വിളിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളവർക്ക് നമ്മുടെ ലൈവ് ലൊക്കേഷൻ അങ്ങിടും. ഇല്ല, ഇവർക്ക് ടെൻഷനായിരിക്കും നമ്മൾ എവിടെ എത്തി അപ്പോൾ തന്നെ എത്തുമോ. ഇപ്പം നമ്മൾ മിക്ക ഫോട്ടോഗ്രാഫേഴ്സും ഞാൻ തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഇപ്പം നമ്മൾ 10:30 ചെല്ലുമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെല്ലാനായിട്ട് 15-20 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം എത്തുമെന്ന് പറയും. അപ്പം അത് അവർക്ക് ചുമ്മാ നെഗറ്റീവ് അടിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ ലൈവ് ലൊക്കേഷൻ കാണിച്ചിടും. അപ്പം അതാകുമ്പോഴത്തേനും അവർക്ക് ടെൻഷനില്ല, നമുക്ക് ടെൻഷനില്ല. അപ്പം നമ്മൾ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ മാക്സിമം ലേറ്റ് ആകാതിരിക്കാൻ വേണ്ടി നോക്കുക. അതാണ് ഷെയർ ലൈവ് ലൊക്കേഷൻ. 1 hourൻ്റെ ഒരു ലൈവ് ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പയ്യനെ ഒന്ന് വിളിക്കണം. എവിടെ എത്തിടാ? കാരിക്കോടാ. ഓക്കെ ഓക്കെ, 2 മണിക്ക് കണ്ടേക്കാം. ഓക്കെ, നമ്മുടെ പയ്യനെ വിളിച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു. ഞാൻ 6:30 എഴുന്നേറ്റ് ഇവനെ വിളിച്ചിരുന്നതിന് ഇവന് എടുക്കാനുള്ള 4-5 തവണ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു, എടുത്തില്ല. ടെൻഷനായി. പിന്നെ നേരെ ഒന്നുകൂടെ കുറച്ച് കഴിഞ്ഞാൽ അവനെങ്കിൽ തിരിച്ചു വിളിച്ചു. രാവിലെ പള്ളിയിൽ പോയതായിരുന്നു. പോവാണ്. അപ്പം എന്തായാലും നമുക്ക് പോകുമ്പോഴത്തേനും പാട്ടൊക്കെ ഇട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നമുക്കിവിടെ മാതാവിപ്പുണ്ട്. അപ്പം നമുക്ക് പയ്യെ വെള്ളമാ പോരാ. അയ്യോ, നമ്മുടെ മെയിൻ സാധനം നമ്മൾ മറന്നുപോയി. വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അമ്മ വിളിച്ചുകൊണ്ട് ഇറങ്ങി. നമ്മൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഡീഹൈഡ്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രേക്ക്. ഓക്കെ, വെള്ളം എടുത്തിട്ട് വരാം. വെള്ളം എടുക്കാൻ കയറി കഴിഞ്ഞത്തേനും നമുക്കൊരു പാക്കേജ് കൂടി കിട്ടി ഡെലിവറി ചെയ്യാനായിട്ട്. നീ എങ്ങോട്ടാ? കാർ കണ്ടത്തിന് ചാടി കയറുവാണ്. ഇല്ല, ബസ്സിന് പോകാനുള്ളതല്ലേ. പിന്നെ പെട്രോൾ അടിക്കണ്ടേ? പെട്രോൾ അടിക്കാനുള്ള കാശ് എടുത്തു. പിന്നെ ബസ്സിന്റെ പൈസ പെട്രോൾ അടിക്കാൻ തരണം. ഇല്ല, കൊണ്ടുപോകത്തൊന്നുമില്ല. സീറ്റ് വല്ല തൊടുപുഴ വരെ എന്നാലും പോണുണ്ടല്ലോ. പിന്നെ ഇത്ര സീറ്റ് കിടക്കുമ്പോ വെറുതെ കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. തിരിഞ്ഞു പോയി പറഞ്ഞു. വേഗം പാട്ടിട്ടില്ല. വേഗം പാട്ടിട്ട് പോവാം. അപ്പോൾ നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിൽ വന്നു. വീട്ടിൽ നിന്ന് കൊച്ചു കറച്ചിലായിരുന്നു. പക്ഷേ ആദർവാനയുടെ മാമോസയുടെ സമയത്ത് കുറച്ച് നല്ല ഡീസൻ്റ് ആയിട്ടൊന്നും വലിയ കാര്യമായിട്ട് കറങ്ങുന്നില്ല. അത്യാവശ്യം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതിക്ക് കൊച്ചു കിടന്നൊക്കെ തന്നു. വളരെയധികം സന്തോഷമുണ്ട്. വന്നു കഴിഞ്ഞത്തേനും നമുക്കിവിടെ ഉണ്ടായിരുന്നൊരു കേക്ക് കൊള്ളാം. ലാലാലാൻഡിൽ നിന്ന് വന്ന കേക്കാണ്. അത്ര നല്ല സാധനം. കൊച്ചതിനകത്ത് കിടന്ന് ഉറങ്ങുക. വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നതാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് കഴിക്കാനും പറ്റിയില്ല. നിനക്ക് വിശക്കുന്നില്ല? വിശക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ടോ? വിശക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അധികം നോക്കുന്നില്ല. അപ്പോൾ എടുത്തിട്ട് പണി അങ്ങനെ ഗ്രൂപ്പൊക്കെ എടുത്തു തുടങ്ങി. ഭയങ്കര ഡാർക്കാണുള്ള കാണുന്നില്ല. ഗ്രൂപ്പൊക്കെ എടുത്തു തുടങ്ങി. നല്ല രസമാണ്. കൈക്ക് നല്ല വെയിറ്റാണ്. R6 2405 ഹൈറ്റുള്ള സ്റ്റേജ് ആയതുകൊണ്ട് പൊക്കി പിടിക്കണം. ബൈസെപ്സ് ഒക്കെ ചുമ്മാ തകർക്കും.
സാധനം കാണിച്ചോട്ടെ, ഒരു കൊച്ചിനെ ഓടിക്കുന്നതൊക്കെ. ഭാവി നോക്കി, ഭാവി കുറച്ച് ചേർന്നിട്ടോ. പുറത്ത് നല്ല മഴയാണ് ഗൈസ്. മുത്തപ്പ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അവസാനം മുത്തപ്പടെ കൊച്ചു കിട്ടി. ഇത്തവണ കിട്ടിയോ? ഇത്ര നേരത്തെ വർക്കിന് ശേഷം മുത്തപ്പയ്ക്ക് ഇപ്പോഴാണ് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ സമയം കിട്ടുന്നത്. കൊച്ചിനെ കൊണ്ട് ഭയങ്കര ശല്യം. ഓക്കെ ചേർന്ന് നിൽക്കാവോ ചേട്ടാ, കുറച്ച് തിരിഞ്ഞ് നിൽക്കാവോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഭാവേ ഭാവേ എവിടെ നോക്കിയടാ. ഇത് പുറയിലൊരു കൊച്ചുണ്ട്, അതിനെ കാണത്തില്ലാത്ത, അതിന്റെ തല ഇവിടെയാ, കാണത്തില്ല. ഹലോ ഹലോ, ഇതാണ് എബിൻ ജോർജ് കളത്തിൽ മുള്ളുനിങ്ങാട്. ഞാനാണ് ഈ വർക്ക് പിടിച്ചു കൊടുത്തത്. അതെ, മാർക്കോ പോളോ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഫോളോയാണ്, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. രാവിലെ 7 മണി 8 മണിയൊക്കെ തന്നെ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ സമയം 4:22 ഇന്ന് കാര്യം പറഞ്ഞാൽ ശരിക്കും നേരത്തെ പരിപാടി തീർന്നു. നമ്മൾ രാവിലെ വന്നു, അവരുടെ വീട്ടിൽ പോയി കൊച്ചിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവരെ പ്രാർത്ഥന കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാണ് മുള്ളിരിങ്ങാട് പള്ളിയിൽ വന്നിട്ട് ചടങ്ങിൻ്റെ ഫോട്ടോസ്, പിന്നെ സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് അതെല്ലാം എടുത്തു. പിന്നെ ഭയങ്കര രസമായിരുന്നു. ഇന്നത്തെ ആൾക്കാർ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മാർക്കോ പോളോ എന്ന് പറയുന്ന, എൻ്റെ ശരിക്കുള്ള പേര് എബിൻ എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് മറന്നു പോകാറുണ്ട്. മാർക്കോ എന്നുള്ള പേരെ ഞാനും ഓർക്കാറുള്ളൂ. അപ്പം അവൻ്റെ കസിൻസ് ആയിരുന്നു, അവൻ്റെ ചേട്ടൻ്റെ കസിൻ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ആയിരുന്നു. ആൾക്കാർ ഭയങ്കര നൈസായിരുന്നു, ഭയങ്കര രസമായിരുന്നു ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഫഷണലിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ പറ്റും, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളൊരു ഫോട്ടോയോ വീഡിയോ എല്ലാം എടുത്തു കൊടുക്കുമ്പോഴത്തേനും. പിന്നെ ഇന്നത്തെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളോട് നല്ല രീതിക്ക് കമ്പനിയൊക്കെ അടിച്ച് നിൽക്കും. ഒരു 60% ആൾക്കാർ നമ്മുടെ അടുത്ത് കമ്പനി അടിച്ച് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോസും വീഡിയോസും എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇറ്റ്സ് ഫൈൻ. കാരണം അവർക്ക് ആവശ്യമുള്ള കാര്യത്തിൽ അവരത് ചെയ്യുന്നു. അതിലിപ്പം ചിലർ പറയുന്നുണ്ട്, ഓ ഇതിനുള്ള ഇതൊക്കെ കിട്ടാനുള്ളതായി ഫോട്ടോ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ അവരുടെ ആ സ്നേഹം അങ്ങ് പോവും. പൊക്കോട്ടെ. കാരണം അവർക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് അവരങ്ങ് എടുത്തു കൊടുക്കുക. അപ്പോൾ അവർ ഹാപ്പിയാവും. അപ്പം ബാക്കിയുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതിന് നമുക്ക് എന്താണ് ഒരു വിഷമം ഇരിക്കണത്? എന്തെങ്കിലുമൊക്കെ ആട്ടെ. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ തീർത്തു. ഇനിയിപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽവിൻ, പാക്കിങ് കഴിഞ്ഞുള്ളടാ? കഴിഞ്ഞു. അങ്ങനെ അപ്പം നമ്മുടെ പരിപാടികളെല്ലാം തീർത്തു. ഞാൻ അതിൻ്റെ പാക്കിംഗ് എല്ലാം തീർത്തായിരുന്നു. ഇനിയിപ്പോൾ ആൽവിൻ അവൻ്റെ ക്യാമറയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൽവിൻ, ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടല്ലേ ഒരു മാമോദിസ? അതെ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻഷൻ ആയിരുന്നു നിനക്കിടയ്ക്ക്? ചെറുതായിട്ട്. അല്ലെങ്കിൽ ഒരു ലൈറ്റൊക്കെ പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കായിരുന്നു. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു. ഇന്ന് നമുക്ക് വേറെ 2 വർക്കും കൂടെ ഉള്ള ദിവസമായിരുന്നു. വേറൊരു മാമോദീസ ഉണ്ടായിരുന്നു പ്രവിത്താനത്ത് വെച്ചിട്ട്. അതിൽ നമ്മുടെ ജോൺസ് പോയി. പിന്നെ തൊഴിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ട്രയൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. ട്രയൽസ് എന്ന പേരിലൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ജോയലിനെ പറഞ്ഞു വിട്ടു. എന്നിട്ടാണ് ഞാനും ആൽവിനോട് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പം നേരെ തൊഴിൽ ചാടിക്കണം. ഒരു 4 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നത്, ക്ലാസ് അവൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 4:30 ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് എന്തായാലും 5 മണി 5:30 ആകും. ചെന്നുവിട്ട് വേണം, നമ്മുടെ പയ്യന്മാർ അവിടെയുണ്ട്, ജോയലൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവന്മാരെല്ലാം കണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതെല്ലാം തീർത്തിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഓക്കെ, ബൈ.